Hi friends, welcome back to my channel. ഇന്ന് വന്നേക്കുന്ന അമ്മയുടെ ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഉഷാർ ഡ്രിങ്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഡ്രിങ്കിനെ പറ്റി അധികം ഞാൻ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. അമ്മ തന്നെ അതിനെപ്പറ്റി പറയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഒരു പ്രത്യേക ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു നല്ല തണുപ്പിച്ച് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാനാണ്. നമ്മൾ വെറുതെ പാഴായി പോകുന്ന ജാതിക്കയുടെ തൊണ്ട് വെച്ചാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അതുപോലെ വിഷാംശമോ അങ്ങനത്തെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പം അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 30 ജാതിക്കയുടെ തൊണ്ടാണ്. അതിന് 1 കിലോ പഞ്ചസാര വേണം. നിങ്ങൾക്ക് ഈ ജാതിക്ക മുങ്ങാൻ പരുവത്തിന് വെള്ളം വേണം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ജാതിക്ക കുക്കറിലേക്കിട്ട് വേഗം വെക്കും. അതിനകത്ത് വെള്ളം ഒഴിച്ച് മൂടി കിടക്കണം. ജാതിക്ക വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. വേവിക്കാൻ വെച്ചാൽ കറക്റ്റ് ഒരു വിസിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മളത് സിമ്മിലിട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് നേരം സിമ്മിൽ കിടന്ന് അത് നന്നായിട്ട് വേകണം. വെന്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ പ്രഷർ പോകുന്ന വരെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് അരിച്ചെടുത്തിട്ടാണ് ബാക്കി കാര്യം ചെയ്യേണ്ടത്. അത് വെച്ച് നമ്മൾ ജാതിക്കന്നൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നില്ലേ, അതിനൊരു വിസിൽ കിട്ടും. ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് അതിൻ്റെ വെള്ളം അരിച്ച് എടുക്കുക കേട്ടോ. കുക്കറിൻ്റെ വാഷർ മാറ്റിയിട്ട് ഇതുപോലെ ഊറ്റിയെടുത്താലും മതി കേട്ടോ. അതിനകത്ത് ജാതിക്ക വലിയ തൊണ്ടോട് തന്നെയല്ലേ ഇട്ടത്. അരിയൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അരിക്കേണ്ട കാര്യം വരുന്നില്ല. വെറുതെ ഇങ്ങനെ വെള്ളം ഊറ്റിയെടുത്താൽ മതി. അപ്പം ഇതാ ഇത്രയും വെള്ളം കിട്ടി എനിക്ക് കേട്ടോ. ജാതിക്ക വെന്തതിൻ്റെ ജാതിക്ക കിടക്കുന്നുണ്ടോ. പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 കിലോ പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. 1 കിലോ പഞ്ചസാര ഇട്ടു. അത് ഇളക്കിക്കൊണ്ടിരിക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. ഇളക്കിക്കൊണ്ടിരുന്നത് ബ്രൗൺ സിറപ്പായി വന്നു കഴിയുമ്പം അതിനകത്തേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ജാതിക്കയുടെ ജ്യൂസ് അരിച്ചൊഴിക്കേണ്ടത് കേട്ടോ. ഇപ്പം നമ്മുടെ പഞ്ചസാര ഈ പരുവായി. ഇനി ഇത് കുറച്ച് നേരം കൂടെ, ഇപ്പോൾ ഒരു 10 മിനിറ്റോളം എടുത്തു ഇത് ഇങ്ങനെ ഉരുക്കി ഈ പരുവാകാനായിട്ട്. നമുക്ക് കുറച്ചൊക്കെ കാരമലായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടുമല്ലോ. ഇതിപ്പോൾ 1 കിലോ പഞ്ചസാര ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. 10 മിനിറ്റോളം എടുത്തു ഇത് ഈ പരുവാകാൻ. ഇനി കുറച്ചും കൂടെ സമയം എടുത്തു കഴിയുമ്പോൾ ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും. അന്നേരമാണ് നമ്മൾ ജാതിക്ക തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അരിച്ചൊഴിക്കുന്നതിനകത്ത് ഒഴിക്കുന്നത്. ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടെ ഇളക്കി കഴിയുമ്പോൾ നമ്മളൊരു കാരമൽ ഉണ്ടാക്കുന്നതിൻ്റെ ആ കളർ ഏകദേശം വരണം. കയ്പ്പ് വരരുത്, ആ പരുവം. ബ്രൗൺ കളറായില്ലേ. അപ്പോൾ ഇനി അതിനകത്തേക്ക് നമ്മൾ പിന്നെ അരിച്ച് വെച്ചിരിക്കുന്ന ജാതിക്കയുടെ വെള്ളം, തിളപ്പിച്ച് അരിച്ച് വെച്ചിരിക്കുന്ന ജാതിക്കയുടെ വെള്ളം കളറിലുണ്ടോ. ഇത് കുറച്ച് നേരം കൂടെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു കറുവാപ്പട്ടയോ എന്തെങ്കിലും ചതച്ചിടാം. പക്ഷേ ഞാനൊന്നും ചേർക്കുന്നില്ല. വേണ്ട, നമ്മൾ ജാതിക്കായുടെ നീര് ഒഴിച്ചു കഴിഞ്ഞ് പഞ്ചസാരയുടെ ഇതിനകത്ത് കിടന്ന് തിളക്കുകയാണ്. തിളച്ചൊരു ചെറിയൊരു ഇച്ചിരി കട്ടി വരുമ്പോഴത്തേക്കിനും നമ്മളത് ഓഫാക്കി തണുപ്പിച്ച് കുപ്പികളിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുടിക്കാൻ നേരമാകുമ്പം അതിനകത്ത് ഒരു 1/4 ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചിട്ട് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിച്ചാലും നല്ല ടേസ്റ്റാണ്. മീഡിയം സൈസുള്ള ജാതിക്കയാണെന്നുണ്ടെങ്കിൽ 1 കിലോ പഞ്ചസാര മതി. വലിയ ജാതിക്കയാണെന്നുണ്ടെങ്കിൽ, ജാതിക്കയുടെ തൊണ്ടാണെന്നുണ്ടെങ്കിൽ 1.5 കിലോയോളം പഞ്ചസാര ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടും പിന്നെ അഥവാ ഇനിയും മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ആവശ്യത്തിന് കുറച്ചും കൂടെ മധുരം ഇട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. ഒഴിച്ചതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലാക്കാം കേട്ടോ. ജാതിക്കയുടെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇത്രയും 1 ഗ്ലാസ് ജ്യൂസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കുപ്പിക്കകത്തുനിന്ന് ഇത്രയും 1/4 ഗ്ലാസ് അതിൻ്റെ സിറപ്പ് എടുക്കുക.
അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് അത്രയും തന്നെ ഗ്ലാസ് നിറച്ച് വെള്ളമാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് ഒറ്റ പ്രാവശ്യം അടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ജ്യൂസാവും. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസായിട്ട് വരാം. അപ്പം സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.